പരസ്യ ശുശ്രൂഷയുടെ അതിപ്രധാന നാളുകൾ സഭ ഓർത്ത് ധ്യാനിക്കുന്ന പീഡാനുഭവ വാരത്തിലേക്ക് അവസാന ഞായറാഴ്ചയിലൂടെ നാം പ്രവേശിക്കുകയാണ്. കഴുതക്കുട്ടിമേലുള്ള കർത്താവിൻ്റെ യെരൂശലേം പ്രവേശം താഴ്മയുടെയും വിനയത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു പോരുന്നു. ആശാക്രമത്തിൽ ദുഃഖവെള്ളി 1-ാം ഭാഗം പറഞ്ഞതിനു ശേഷം നിങ്ങൾക്കായി ഏറ്റവും കർഷക വിനയം കർത്താവെ വാഴ്ത്തപ്പെട്ടതാക എന്ന് പാടിയാണ് നാം കുമ്പിടുന്നത്. ആശാക്രമം പേജ് 121. സക്കറിയ പ്രവാചകൻ 9:9 സിയോൻ പുത്രിയെ ആർക്കുന്നതിനും യെരൂശലേം പുത്രിയെ ആർപ്പെടുന്നതിനും ആഹ്വാനം ചെയ്യുന്നതിന് കാരണമായി പറയുന്നത്, നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായ നിന്റെ രാജാവ് പെൺ കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്നതാണ്. കഴുതക്കുട്ടിമേലുള്ള കർത്താവിൻ്റെ യെരൂശലേം പ്രവേശനം വെളിപ്പെടുത്തുകയും നാം ധ്യാനിക്കുകയും ചെയ്തു പോകുന്ന വിനയഭാവം മറ്റൊന്നിനും കഴിയാത്ത ഗതിമുട്ടിയ അവസ്ഥയായോ പരാജയത്തിൻ്റെയോ നിഷ്ക്രിയതയോ നിസ്സംഗമായ വെളിപ്പെടുത്തലായോ അല്ല കാണേണ്ടത്. മറിച്ച് യേശു അതുവരെ തുടർന്നു വരുന്നതിനെങ്കിൽ പൂർത്തീകരിക്കാൻ പദ്ധതിയിടുന്നതുമായ ശുശ്രൂഷാശൈലിയുടെ വെളിപ്പെടുത്തലായി വേണം മനസ്സിലാക്കുവാൻ. രാജാക്കന്മാർ യുദ്ധത്തിന് കുതിരയെയും സമാധാന ആവശ്യങ്ങൾക്ക് കഴുതയും ഉപയോഗപ്പെടുത്തിയിരുന്നതായി പൊതുനിയമ പണ്ഡിതനായ വില്യം ബാർക്ലേ സാക്ഷ്യപ്പെടുത്തുന്നു. പുതിയ പിറവിക്ക് നാന്ദി കുറയ്ക്കുന്ന യേശുവിൻ്റെ ജനനത്തെ ദീർഘദൃഷ്ടി ചെയ്യുന്ന യെശയ്യാ യേശുവിനെ സമാധാന പ്രഭുവായാണ് അവതരിപ്പിക്കുന്നത്. യെശയ്യാ 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്ന എന്ന് തുടങ്ങുന്ന വാക്ക്. കഴുതക്കുട്ടിമേൽ യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്ന യേശു കാർമ്മികനായ തുടർ സംഭവങ്ങളും ഇവിടെ നാം ഓർക്കേണ്ടതുണ്ട്. കള്ളന്മാരുടെ ഗുഹയാക്കപ്പെട്ട പിതാവിൻ്റെ ആലയ ശുദ്ധീകരണം, ദേവാലയ നാശത്തെക്കുറിച്ചുള്ള പ്രവചനം, ശിഷ്യന്മാരുടെ കാലുകഴുകൽ, വിശുദ്ധ കുർബാനയുടെ സംസ്ഥാപനം തുടങ്ങിയവയെല്ലാം വിനയാന്വിതനായ കർത്താവിൻ്റെ ചടിലവും തീർത്തും സംഗതവുമായ ശുശ്രൂഷ ഭാവങ്ങളായിരുന്നു. അവയാണ് ആദിമസഭയുടെ തുടർ സ്വഭാവവും സാക്ഷ്യവും നിർണയിച്ചത്. ഗെത്സമനിയിലെ നെടുവീർപ്പിനും അപ്പുറം നിവർത്തിയാകാനുള്ള ക്രൂശിലെ സമർപ്പണം, റോമൻ മേൽക്കോയ്മയോടും യഹൂദ മത ആധിപത്യത്തോടുള്ള പ്രതിരോധം, രക്ഷയ്ക്കായി നിലവിളിക്കുന്ന ജനനേതൃത്വം, ഇവയെല്ലാമായിരുന്നു യേശുവിൻ്റെ വിനയഭാവത്തിൻ്റെ ആകത്തുക. ഇന്ന് പ്രത്യേകിച്ച് സമാധാനം അകലെയായ ഉക്രൈനിൻ്റെയും റൊട്ടിക്ക് പകരം വെടിയുണ്ട എതിർക്കുന്ന ഗാസയുടെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജീവൻ തീരുമാനിക്കുന്ന ഭാരതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ക്രിസ്തുഭാവത്തിൽ നമുക്ക് ജീവിതം കൊണ്ട് തുടർന്നും പാടാം. കർത്താവേ